ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെവിറ്റിൽ എക്സ്ട്രൂഷൻ കമാൻഡ് ഉപയോഗിച്ച് ഒരു റൂഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഇതൊരു കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റ് അല്ല. ഈ മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ റൂഫ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിരിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഈ പ്രോജക്റ്റ് ബ്രൗസറിലേക്ക് പോകുന്നു. അവിടെ ഫ്ലോർ പ്ലാൻസിൽ FF വാൾ ടോപ്പ് സെലക്ട് ചെയ്യുന്നു. FF വാൾ ടോപ്പ് എന്നാൽ ഫസ്റ്റ് ഫ്ലോർ വാൾ ടോപ്പ്. ഞാൻ അതിന്മേൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്ലോർ പ്ലാൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് റെഫറൻസ് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായി നമ്മൾ ആർക്കിടെക്ചർ മെനുവിൽ എത്തി. ഇവിടെ വർക്ക് പ്ലെയിൻ ടാബിൽ റഫ് പ്ലെയിൻ, റെഫറൻസ് പ്ലെയിൻ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോ ലൈൻ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് 4 സൈഡിലും റെഫറൻസ് പ്ലെയിനുകൾ ക്രിയേറ്റ് ചെയ്യുക. ഈ കേസിൽ നമ്മുടെ റൂഫ് ഓവർ ഹാങ് വാൾ ഔട്ട്സൈഡിൽ നിന്നും 50 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മുടെ 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ റെഫറൻസ് പ്ലെയിനും വാൾ സെൻറ്ററിൽ നിന്നും 60 സെൻറ്റിമീറ്റർ അകലത്തിലാക്കി മാറ്റി റീപൊസിഷൻ ചെയ്യുക എന്നതാണ്. അതിനായി ഓരോ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ടെമ്പററി ഡയമെൻഷൻ്റെ വാല്യൂ 60 സെൻറ്റിമീറ്റർ ആക്കി മാറ്റുക. ഇനി ഏതെങ്കിലും കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല ടെമ്പററി ഡയമെൻഷൻ്റെ എക്സ്റ്റൻഷൻ ലൈൻ പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഈ ഗ്രിപ്പിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എക്സ്റ്റൻഷൻ ലൈനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ പ്ലെയിനുകൾ ഏതെങ്കിലും ഒന്നിന് ഒരു നെയിം കൊടുക്കുക എന്നതാണ്. ഞാൻ ഈ ലെഫ്റ്റ് മോസ്റ്റ് പ്ലെയിനാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ റൂഫ് ലെഫ്റ്റിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ റിഡ്ജ് പോയിന്റ്, അത് കഴിഞ്ഞ് റൈറ്റുള്ള റെഫറൻസ് പ്ലെയിനിൽ അത് അവസാനിക്കും. ഇങ്ങനെ ഈ ലെഫ്റ്റ് പ്ലെയിനിന് ഞാൻ സ്റ്റാർട്ട് എന്ന പേര് കൊടുക്കുന്നു. എന്നിട്ട് ആർക്കിടെക്ചർ മെനുവിൽ ചെല്ലുന്നു. ബിൽഡ് ടാബിൽ നിന്നും റൂഫ് ബൈ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വർക്ക് പ്ലെയിൻ ഡയലോഗ് ബോക്സ് ലഭിക്കും. അതിൽ 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ നിന്നും നെയിം എന്ന ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കാരണം നമ്മളൊരു പ്ലെയിനിന് ഓൾറെഡി ഒരു നെയിം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം സ്റ്റാർ. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പേരാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഗോ ടു വ്യൂ എന്ന ഓപ്ഷൻ ലഭിക്കുന്നു. അവിടെ നമുക്ക് 2 സബ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എലിവേഷൻ ഈസ്റ്റ്, 2 എലിവേഷൻ വെസ്റ്റ്. ഞാൻ എലിവേഷൻ ഈസ്റ്റ് സെലക്ട് ചെയ്യുന്നു. എനിക്കിവിടെ റൂഫ് ലെവൽ കിട്ടിയിരിക്കുന്നത് FF വാൾ ടോപ്പാണ്. അത് ശരിയായ ലെവൽ തന്നെയാണ്. നിങ്ങളുടെ വ്യത്യസ്തമാണെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യുക. ഓഫ്സെറ്റ് 0 ആണ്. ഞാനതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നമ്മളിപ്പോൾ മോഡിഫൈ മെനുവിലാണ്. ഇവിടെ ഈ ഡ്രോ ടാബിൽ നമുക്ക് ധാരാളം ടൂൾസ് കാണാം. ഞാൻ ഈ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇന്റേണൽ ആംഗിൾ 30 ഡിഗ്രി ആക്കി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ 30 ഡിഗ്രി എന്നത് റൂഫിൻ്റെ സ്ലോപ്പാണ്. ഇഷ്ടമുള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ലൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ റൈറ്റിലെ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നിന്നും മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ 150 എന്ന് കാണാം. അതായത് 180 - 150 = 30. ഇന്റേണൽ ആംഗിൾ 30. ട്രിം എക്സ്റ്റൻ ടൂൾ ഉപയോഗിച്ച് ലൈനുകളെ യോജിപ്പിക്കുക. അതിനുശേഷം ഈ ഗ്രീൻ ആരോയിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് ഫിനിഷ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ റൂഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡീഫോൾട്ട് 3D വ്യൂ എടുക്കാം. ഇതിന് ശേഷം ഓർബിറ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് വാൾസ് ആൻഡ് റൂഫ് കണക്ഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാവുന്നത് വാൾസ് റൂഫുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അതിനായി ആദ്യം ഏതെങ്കിലും എലിവേഷൻ വ്യൂ സെലക്ട് ചെയ്യുക. ഞാൻ ഈസ്റ്റ് എലിവേഷൻ എടുത്തു. എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോർ വാൾസ് സെലക്ട് ചെയ്തു. അതിനുശേഷം അത് ഹൈഡ് ചെയ്തു. ഇങ്ങനെ അതിനുശേഷം ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഫ്ലോർ വാൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഓൾ SA എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ ഫസ്റ്റ് ഫ്ലോർ വാൾസും സെലക്റ്റഡ് ആവുന്നതാണ്. ഇനി അറ്റാച്ച് ടോപ്പ് ഓർ ബേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൂഫ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വാൾസ് റൂഫുമായി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വാൾസിനെ അൺഹൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എല്ലാ വാൾസും തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി ഡീഫോൾട്ട് 3D വ്യൂ എടുക്കാം. എന്നിട്ട് ഈ ഓർബിറ്റ് ടൂൾ എടുത്തിട്ട് അല്പം റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കതിനെ വയർ ഫ്രെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് പ്ലാൻ വ്യൂ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം റൂഫ് അതിൻ്റെ യഥാർത്ഥ ലൈനിൽ വരെ എക്സ്റ്റെൻഡ് ആയിട്ടില്ല. സോ റൂഫ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് അതിനെ സ്ട്രെച്ച് ചെയ്ത് നേരത്തെ നാം വരച്ച റെഫറൻസ് പ്ലെയിൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ റൂഫിന് ഈ സൈഡിലും 60 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ നോക്കൂ. ഈ പോർഷനിൽ നമുക്ക് റൂഫ് ആവശ്യമില്ല. പക്ഷേ നാം അവിടെ റൂഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പോർഷനിൽ വരുന്ന റൂഫ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിനായി ആദ്യം റൂഫ് സെലക്ട് ചെയ്യണം. അതിനുശേഷം വെർട്ടിക്കൽ ഓപ്പണിംഗ് എന്ന ഈ ഓപ്ഷൻ എടുക്കണം. എന്നിട്ട് ലൈൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട പോർഷൻ മാർക്ക് ചെയ്യണം. ഇവിടെ ഓഫ്സെറ്റ് കൊടുക്കാൻ മറക്കരുത്. ഇൻസൈഡിൽ വരുന്ന ഈ 2 ലൈനുകൾ നമുക്കിനി ആവശ്യമില്ല. അവ നാം ഡിലീറ്റ് ചെയ്യുക. ഇനി ട്രിം എക്സ്റ്റൻ കമാൻഡ് ഉപയോഗിച്ച് ഈ ലൈനുകളെ ഒരു ക്ലോസ് റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഗ്രീൻ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് ഡീഫോൾട്ട് 3D മോഡിലേക്ക് പോകാം. വയർ ഫ്രെയിം ചേഞ്ച് ചെയ്യാം. ഷെയ്ഡഡ് ആക്കാം. നമ്മളുടെ റൂഫ് ഇവിടെ കാണാം. ഇതോടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.